ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രൗണി റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ ഒരു ബ്രൗണി ഉണ്ടാക്കാം വിത്ത് എൻ എയർ ഫ്രയർ എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അല്ലെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു ക്രേവിങ്സ് ഒക്കെ വന്നാൽ ഞാൻ ഓടിപ്പോയി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. സോ ഇത് ഭയങ്കര എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ ഇത് ഞാൻ പഠിച്ചത് കുറേ ട്രയൽ ആൻഡ് എററിന് ശേഷമാണ്. സോ ഞാൻ കുറേ വട്ടം ഇത് ചെയ്ത് ഫ്ലോപ്പായി അങ്ങനെ ഞാൻ ലാസ്റ്റ് പഠിച്ചെടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി റെസിപ്പി. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ കുറച്ച് ബട്ടറും എടുത്ത് മെൽറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് വെരി ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ബട്ടറും അതുപോലെ തന്നെ കുറച്ചൊരു എനിക്കിഷ്ടമുള്ള എമൗണ്ടിൽ കുറച്ച് ചോക്ലേറ്റുമാണ്. അത് മെൽറ്റായി വരുമ്പോഴത്തേനും വേറൊരു പാത്രത്തിലേക്ക് ഞാൻ നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആൻഡ് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാൻ നോർമൽ ഷുഗർ ആഡ് ചെയ്യാറില്ല, ഞാൻ ബ്രൗൺ ഷുഗറാണ് കൂടുതലായിട്ടും ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി വിസ്ക് വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് നന്നായി തന്നെ ബീറ്റ് ആവണം. ആൻഡ് അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മെൽറ്റഡ് ചോക്ലേറ്റ് ആൻഡ് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് അതും ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇതും ഞാൻ ആക്ച്വലി ടേബിൾ സ്പൂണിൽ തന്നെയാണ് എടുക്കുന്നത്. സോ 3 ടേബിൾ സ്പൂൺ ഓഫ് മൈദയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടമുള്ള നമുക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ പൗഡർ വെച്ചിട്ടൊക്കെ നമുക്കിതിലേക്ക് ഉണ്ടാക്കാം. സോ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ചോക്കോ പൗഡറാണ്. സോ അതും ഞാൻ 1 ടേബിൾ സ്പൂൺ ഓഫ് ചോക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺസ് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോർക്ക് അല്ലെങ്കിൽ ഈ വിസ്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. ലൈക്ക് ഞാൻ ആക്ച്വലി ഉപയോഗിക്കാറില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് പതിയെ നമ്മുടെ ലിക്വിഡിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യാറ്. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ചോക്ലേറ്റിൻ്റെ പീസസോ, നമുക്ക് ചോക്കോ ചിപ്സ് തന്നെ വേണമെന്നില്ല, ഞാൻ ചോക്ലേറ്റ് പൊട്ടിച്ചു വിടാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് കുറച്ചുകൂടി ഇഷ്ടം. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. ആൻഡ് പിന്നെ നിങ്ങൾ ഏതാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഗ്രീസ് ചെയ്യാം. സോ ഞാനത് ബട്ടറൊന്നും വെച്ച് ഗ്രീസ് ചെയ്യാറില്ല. സോ ഞാനൊരു മൈക്രോവേവിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഈ ഒരു മിക്സ് നേരിട്ട് മാറ്റും. ആൻഡ് അതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് എനിക്കിഷ്ടമുള്ള രീതിക്ക് ഞാൻ ചിലപ്പോൾ ചോക്കോ ചിപ്സ് ഉള്ളിലും ആഡ് ചെയ്യും, പുറത്ത് ജസ്റ്റ് ഒരു ഭംഗിക്കും ഇടും. സോ ഇതിലിപ്പോൾ ഞാൻ ഉള്ളിൽ ചോക്കോ ചിപ്സ് ഇട്ടിട്ടില്ല. ആൻഡ് മുകളിൽ ഞാൻ ജസ്റ്റ് എനിക്കിഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ഞാൻ പൊട്ടിച്ച് ജസ്റ്റ് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. സോ ഞാനിവിടെ എയർ ഫ്രയറാണ് ഉപയോഗിക്കുന്നത്. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓവനിലോ OTGയിലോ ഏതെങ്കിലും ഒരു ഓവൻ വെച്ചിട്ടും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ മറ്റേ വലിയൊരു ചെമ്പുണ്ടെങ്കിൽ അതിലും നമുക്കിപ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഞാൻ ഈ എയർ ഫ്രയർ വെച്ചിട്ടാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ഭയങ്കര വലിയ ഒരു കുക്കോ അതോ ഞാൻ ഭയങ്കര വലിയൊരു ബേക്കറൊന്നുമല്ല. ഇത് ഞാൻ എങ്ങനെയോ ഇത് ഞാൻ പരീക്ഷിച്ചപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. സോ ദാറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതിൽ ഉറപ്പായിട്ടും തെറ്റുകളുണ്ടായിരിക്കും. പക്ഷേ നമുക്കൊന്നും അറിയാണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കേക്ക് കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പി. അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഒന്നും അല്ല ഇത്. സോ ദിസ് ഇസ് ഹൗ ഐ മേക്ക് ദിസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും കുറച്ച് വെള്ളം അതിൻ്റെ ബേസിൽ ഒഴിച്ച് കൊടുക്കും. സോ ദാറ്റ് എനിക്ക് ആ കേക്കൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ് ആയ പോലെ എനിക്ക് ഫീൽ ആവാറുണ്ട്. ആൻഡ് ഞാനിവിടെ എപ്പോഴും ഒരു 360 അല്ലെങ്കിൽ 365 ഫാരൻഹീറ്റിൽ ഒരു 10 to 15 മിനിറ്റ്സിന് അകത്താണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാറ്. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ ഞാനതൊന്ന് പുറത്തെടുത്ത് ഞാൻ അതിൽ പിൻ കുത്തി നോക്കും. ആൻഡ് അത് വർക്കായില്ലെങ്കിൽ ഞാനൊരു 5 മിനിറ്റ്സും കൂടെ വയ്ക്കും. അപ്പോൾ നമ്മുടെ ബ്രൗണി ഫൈനലി റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ടോട്ടലി ഒരു 10 മിനിറ്റ്സ് ഇത് വെച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്കിത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കൊരു പെട്ടെന്നൊരു ക്രേവിംഗ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അധികം പണിയില്ലാതെ, നമുക്ക് കിച്ചൺ അധികം അലങ്കോലം ആവാതെ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കി നമുക്ക് ആ അടുക്കളയിൽ നിന്ന് പോരാൻ പറ്റും. ആൻഡ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ആൻഡ് നമ്മളിപ്പോൾ ഒരു ലൈക്ക് നമ്മൾ ഡിന്നറിന് ശേഷമൊക്കെ കഴിക്കണ ഒരു ഡെസേർട്ടായിട്ടും എല്ലാ ഒരു ഇതിനും നമുക്കതൊരു പെർഫെക്റ്റ്
അടിപൊളി റെസിപ്പിയാണ്. സോ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഇത് ശരിക്കും നമുക്കൊരു കേക്കിൻ്റെ അകം പോലെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. സോ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് ഉള്ളിൽ കുറച്ചൊന്ന് ക്രീമി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും അളവ് കൂട്ടിയാൽ മതി. സോ എനിക്ക് ഈ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ടെക്സ്ചറിൽ എടുക്കുന്നത്. അടിപൊളി. അപ്പോൾ ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കായാലും പിള്ളേർക്കായാലും ഇത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വിൽ സീ ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.